പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ഓഗസ്റ്റ് മാസം 4-ാം തീയതി തിങ്കളാഴ്ച. ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ ഒരു പുതിയ പ്രവർത്തന ആഴ്ചവട്ടത്തിലേക്ക് ദൈവം നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാം ഏവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആരോഗ്യത്തോടും സന്തോഷത്തോടും ദൈവകൃപയോടും കൂടെ ജോലി ചെയ്യുവാൻ, പ്രവർത്തിപ്പാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആവർത്തന പുസ്തകം 10-ാം അധ്യായം 21-ാം വാക്യം. ഡ്യൂട്രോണമി ചാപ്റ്റർ 10 വേഴ്സ് 21 നാം ഇപ്രകാരം വായിക്കുന്നു: അവൻ ആകുന്നു നിന്റെ പുകഴ്ച, അവൻ ആകുന്നു നിന്റെ ദൈവം. നീ കണ്ണാലെ കണ്ടിട്ടുള്ള മഹത്വം ഭയങ്കരവുമായ കാര്യങ്ങളെ നിനക്ക് വേണ്ടി ചെയ്തത് അവൻ തന്നെ. നമുക്കേവർക്കും അറിവുള്ളതുപോലെ മോശ ദൈവിക അരുളപ്പാടുകളും ആലോചനകളും ദൈവത്തിൽ നിന്നും പ്രാപിച്ചിട്ട് തന്റെ നിര്യാണകാലം അടുത്തു എന്ന് മനസ്സിലാക്കി ഇസ്രയേൽ പ്രഭുക്കന്മാരെയും മൂപ്പന്മാരെയും വിളിച്ച് അടുത്ത തലമുറയോട് ദൈവം അവരെ നടത്തിയ വിധങ്ങളെക്കുറിച്ച് പങ്കിടുന്നതാണ് ആവർത്തന പുസ്തകം എന്ന നിലയിൽ നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്നത്. ഇസ്രയേൽ മൂപ്പന്മാരോട് മോശ പറയുകയാണ്, ദൈവത്തിന്റെ വഴി എത്ര വലുതായിരുന്നു, എത്ര ഉന്നതമായിരുന്നു, കഴിഞ്ഞ നാളുകളിൽ ദൈവം എത്ര അതിശയകരമായി നടത്തി. അതുകൊണ്ട് പ്രത്യേകിച്ച് അതിന്റെ 20-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവ എന്നാകുന്നു അവന്റെ നാമം. നിങ്ങൾ അവനെ ഭയപ്പെടണം, നിങ്ങൾ അവനെ അനുസരിക്കണം, അവന്റെ നാമത്തിൽ വേണം നിങ്ങൾ സത്യം ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ദൈവ വഴി വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാൻ പാടില്ല. അങ്ങനെ ആ ദൈവത്തിന്റെ വലിയ ശ്രേഷ്ഠതയും നാമത്തിന്റെ മഹത്വവും പറഞ്ഞതിന് ശേഷം ഇന്നത്തെ വാഗ്ദത്ത വചനമായ 21-ാം വാക്യത്തിൽ പറയുകയാണ്, ആ ദൈവമാണ് നമ്മുടെ പുകഴ്ച, ആ ദൈവമാണ് നമ്മുടെ സകലവും. നിങ്ങൾ ഇപ്പോൾ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്ന സകല അത്ഭുതങ്ങളും നിങ്ങൾക്ക് വേണ്ടി ചെയ്തവൻ ഈ ദൈവമാണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ അധ്വാനങ്ങളും കഷ്ടപ്പാടുകളും വിദ്യാഭ്യാസങ്ങളും അല്ലെങ്കിൽ ജോലികളും കുടുംബശ്രേഷ്ഠതകളും ഒക്കെ നമുക്കുണ്ട്. ഇതൊന്നും കുറച്ച് കാണുന്നില്ല. പക്ഷേ ഇവയെല്ലാം നൽകി നടത്തി ഈ നിലയിൽ നമ്മളെ എത്തിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് നമ്മുടെ പുകഴ്ച. അല്ലാതെ കുടുംബമോ മറ്റ് നമ്മുടെ സാഹചര്യങ്ങളോ വിദ്യാഭ്യാസങ്ങളോ നേടിയ പണങ്ങളോ പേരോ പ്രശസ്തിയോ പെരുമയോ ഒന്നുമല്ല. വചനം നമ്മെ പഠിപ്പിക്കുന്നു, ഏതു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമത്രേ ആകുന്നു. അതിനെ നമുക്ക് മനസ്സിലാക്കാൻ ഇങ്ങനെ പറയാം, നാം അകത്തോട്ട് ശ്വസിച്ച വായു ഉച്ഛ്വാസവായുവായി പുറത്തോട്ട് വിടുവാൻ കഴിയുന്നില്ല എങ്കിൽ എത്ര വീരശൂര പരാക്രമിയാണെങ്കിലും ശവം എന്നുള്ള പേരിന് അർഹയായി തീരും. അതുകൊണ്ട് ഇന്ന് നാം നേടിയിരിക്കുന്നതെല്ലാം ദൈവത്തിന്റെ വകയാണ്. അതുകൊണ്ട് പറയുകയാണ് മോശ ഇസ്രായേൽ മൂപ്പന്മാരോട് പറയുന്നു, അവനാകുന്നു നമ്മുടെ പുകഴ്ച. അല്ലാതെ നാം നേടിയതോ നമ്മുടേതെന്ന് പറയുന്ന ഒന്നുമല്ല. കാരണം പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലെ പത്രമാധ്യമങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ എത്രയോ ആരോഗ്യ ദൃഢഗാത്രരായ ചെറുപ്പക്കാർ, ഉദ്ദേശം 25 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള എത്രയോ ചെറുപ്പക്കാർ മിനിറ്റുകൾ കൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നു. അപ്പോൾ പ്രായമോ ആരോഗ്യമോ രോഗമില്ലാത്ത ആരോഗ്യമേറിയ ശരീരമോ ഇതൊന്നും ഒരു കാര്യവുമല്ല, ദൈവത്തിന്റെ കൃപയാണ്. പറയുകയാണ്,
നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്നത്. ഈ മഹത്വവും അത്ഭുതകരമായത് മുഴുവനും ചെയ്തത് ദൈവമാണ്. അപ്പം നാം ഇത് നമ്മുടെ തലമുറയോട് പറയണം, കുഞ്ഞെ, ഇത് ചുമ്മാതൊന്നും കിട്ടിയതല്ല, ഇത് വെറുതെ വന്നതല്ല. നമ്മുടെ മാതാപിതാക്കന്മാർ ദൈവത്തോട് നിലവിളിച്ചതിൻ്റെ ഫലമായി ദൈവം നൽകിയ ദാനമാണ്. നിശ്ചയമായും ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഏകദേശം ഒരു 30 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ളവർ ഉണ്ടെങ്കിൽ നമ്മളുടെ കുട്ടിക്കാലത്തേക്ക്, ചെറുപ്പകാലത്തേക്ക് പോയാൽ നന്നായിട്ടറിയാം. ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടിന്റെയും ബുദ്ധിമുട്ടിന്റെയും പ്രയാസത്തിന്റെയും മധ്യേ കടന്നുപോയ ഇടത്തരം ഭവനങ്ങളാണ് നമ്മിൽ ഏറിയ പങ്കും. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും നമ്മുടെ മാതാപിതാക്കൾ ഒരാരാധന മുടക്കിയിട്ടില്ല, ഒരു കുടുംബ പ്രാർത്ഥന മുടക്കിയിട്ടില്ല, ഒരു വ്യക്തിപരമായ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. എന്തെല്ലാം ജോലികൾ, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ നേരിട്ടാലും അവർ ദൈവത്തിനും ദൈവവേലയ്ക്കും ദൈവമക്കൾക്കും ആരാധനയ്ക്കും മുൻതൂക്കം കൊടുത്തിരുന്നു. നമ്മുടെ ഭവനത്തിൽ നിന്ന് ആര് പുറത്തു പഠിക്കാനോ ജോലിക്കോ ഒക്കെയായിട്ട് പോകുമ്പോൾ അവരുടെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു വേദപുസ്തകമായിരുന്നു. അത്രത്തോളം ദൈവത്തിനും ദൈവവചനത്തിനും നമ്മുടെ അമ്മയപ്പന്മാർ മുൻതൂക്കം കൊടുത്തു. ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണ്? നമ്മൾ മാതാപിതാക്കളിൽ നിന്നും പ്രാപിച്ച ആത്മീയ പാരമ്പര്യം നമ്മുടെ തലമുറയ്ക്ക് നാം അത് പറഞ്ഞു കൊടുക്കുകയും പറഞ്ഞ് ചെയ്യിപ്പിക്കുകയും ചെയ്തില്ല എങ്കിൽ അന്യം നിന്ന് പോകും. പിന്നീട് അവർക്ക് ഈ ദൈവത്തെ ആവശ്യമില്ലാതെ വരും. കാരണം ജോലി ചെയ്തു, ശമ്പളം കിട്ടുന്നുണ്ട്, പിന്നെ ദൈവത്തിന്റെ ആവശ്യം എന്താണ്? അല്ല. മോശയിൽ കൂടെ ഇസ്രായേൽ ജനത്തോട് പറയുന്നു, അവനാകുന്നു നമ്മുടെ പുകഴ്ച, അവനാകുന്നു നമ്മുടെ സർവ്വതും. നിങ്ങൾ ഇന്ന് ഈ കണ്ണുകൊണ്ട് കാണുന്ന മഹത്വവും ഭയങ്കരമായ അത്ഭുതങ്ങൾ മുഴുവനും ചെയ്തവൻ അവൻ തന്നെ. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ അതിരാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഒരു നിമിഷം തിരിഞ്ഞു നോക്കുക. ദൈവം നടത്തിയ വഴികൾ, വിധങ്ങൾ എത്ര അത്ഭുതകരമായി, എത്ര അതിശയകരമായി. പ്രയാസങ്ങളോ രോഗങ്ങളോ ദുഃഖങ്ങളോ പ്രിയപ്പെട്ടവരുടെ വേർപാടുകളോ ഇല്ല എന്നൊന്നുമല്ല അതുകൊണ്ട് അർത്ഥമാക്കിയത്. ഇതെല്ലാം നിറഞ്ഞതാണ് ഒരു ജീവിതം എന്ന് പറയുന്നത്. ഇത് സ്വർഗത്തിന്റെ മറ്റൊരു പാക്കേജാണ്. സന്തോഷവും സന്താപവും ദുഃഖവും ആശ്വാസവും ഉല്ലാസവും അനുഗ്രഹവും ഒക്കെ ചേർന്നതാണ്. അതിൽ നമ്മൾ സ്തോത്രത്തോടെ മുന്നേറുവാൻ ഇടയാകണം. അതുകൊണ്ട് മോശ തന്റെ നിര്യാണകാലം അടുത്തു എന്ന് ഉള്ളിൽ മനസ്സിലാക്കി തങ്ങൾ കടന്നു വന്ന വഴിത്താരകൾ മുഴുവനും അടുത്ത തലമുറയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടാണ് നിത്യസ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നത്. നമ്മുടെ വഴികൾ തിരിഞ്ഞു നോക്കി നന്ദിയോടെ ജീവിപ്പാൻ ഇടയാകട്ടെ. ഇന്നത്തെ ദിനം ഓർക്കുക, നമ്മൾ ഇന്ന് കാണുന്നത് മുഴുവനും ചെയ്ത് തന്നത് സ്വർഗത്തിലെ ദൈവമാണ്. അല്ല നമ്മുടെ ബുദ്ധിയോ അതിബുദ്ധിയോ വിദ്യാഭ്യാസ യോഗ്യതയോ ഗവൺമെന്റ് ജോലിയോ വിദേശ രാജ്യത്ത് പോയത് കൊണ്ടോ ഒന്നുമല്ല. അതൊക്കെ അതിന്റെ പിന്നിലെ കാര്യകാരണങ്ങളെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പ്രധാന ശില്പി, ഇതിന്റെ എല്ലാ കാരണഭൂതൻ, അതെ, സകല പുകഴ്ചയ്ക്കും മഹത്വത്തിനും യോഗ്യൻ സ്വർഗത്തിലെ ദൈവമാണ്. ആ ദൈവമാണ് ഇത് മുഴുവൻ നമുക്ക് നൽകിയതെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ഇന്നത്തെ ദിനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യാത്ര ചെയ്യുന്നവരുണ്ട്, ജോലിക്ക് പോകുന്നവരുണ്ട്, പഠിക്കുന്നവരുണ്ട്, അഡ്മിഷന് വേണ്ടി പോകുന്നവരുണ്ട്, വിജയം അഥവാ റിസൾട്ട് കാക്കുന്നവരുണ്ട്, വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവരുണ്ട്, ഫിനാൻസ് കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടേണ്ടവരുണ്ട്, ഹോസ്പിറ്റൽ സംബന്ധമായ വിഷയങ്ങളിൽ പൂർണ്ണതയ്ക്ക് വേണ്ടി പോകുന്നവരുണ്ട്, വിവാഹം നടക്കേണ്ടവരുണ്ട്, തലമുറ ആഗ്രഹിക്കുന്നവരുണ്ട്, കടബാധ്യതയിൽ നിൽക്കുന്നവരുണ്ട്. നിങ്ങളുടെ വിഷയങ്ങൾ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, അവയെല്ലാം മാറ്റി ധന്യമായ ജീവിതത്തിന്റെ ഉടമകളാക്കി സന്തോഷത്തോടെ നടത്തുവാൻ ഈ ദൈവം മതിയായവനാണ്. ആ ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ചുറച്ച് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കാം. അതിന് സ്വർഗത്തിലെ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഞങ്ങളുടെ ഉടയവനും സൃഷ്ടിതാവും പരിപാലകനുമാകുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഓഗസ്റ്റ് മാസത്തിന്റെ മറ്റൊരു പ്രവർത്തന ആഴ്ചവട്ടത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിച്ചുവല്ലോ.
ഈ ആഴ്ചവട്ടം അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും ആയുരാരോഗ്യ സൗഖ്യത്തിന്റെയും ദിനരാത്രങ്ങളാക്കി തീർക്കണമേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ടവർ, കുഞ്ഞുങ്ങൾ എവിടെയായിരുന്നാലും ദൈവകൃപയിൽ നിറച്ചുകൊള്ളണമേ. മോശയിൽ കൂടെ അടുത്ത തലമുറയ്ക്ക് നൽകിയ വലിയ ആഹ്വാനം ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. അപ്പൊ അവിടുന്നാണ് ഞങ്ങളുടെ പുകഴ്ച. ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന സകലത്തിന്റെ കാരണഭൂതൻ ദാതാവ് അവിടുന്ന് മാത്രമാണെന്നുള്ള ബോധ്യത ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കഴിവിലോ ഞങ്ങളുടെ പ്രാപ്തിയിലോ ഞങ്ങളുടെ പണത്തിലോ ആശ്രയിക്കാതെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിപ്പാൻ ഇന്നത്തെ വാഗ്ദത്ത വചനം വീണ്ടും ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയതിനായി സ്തോത്രം. ദൈവവചനം കേട്ട് പ്രാർത്ഥനയോടെ തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിനം എല്ലാ നിലകളിലും അനുഗ്രഹത്തിന്റെയും ദൈവകൃപയുടെയും ദിനമാക്കി തീർക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം വചനത്തിൽ നിന്നും കേട്ടതുപോലെ നമ്മുടെ ജീവിതത്തിലെ സകല അനുഗ്രഹങ്ങളും നന്മകളും സ്വർഗത്തിലെ ദൈവം നൽകിയത് മാത്രമാണ്. അത് നമ്മൾ പരിപോഷിപ്പിക്കുന്നു, ടേക്ക് കെയർ ചെയ്യുന്നു, ജസ്റ്റ് ആസ് എ കസ്റ്റോഡിയൻ. ആ ഒരു വലിയ തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ഒന്നിനും പുറകിന് അമിതമായി യാത്ര ചെയ്യുകയില്ല. കാരണം നമ്മുടെ പുകഴ്ച ദൈവമാണ്. ആ ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കാം. അതിന് സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.